ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യൂനസിൽ ഹമാസുമായി കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത്. കരയാക്രമണം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ആ നഗരമേഖലയിലൊക്കെ ഇതിനു മുൻപ് തന്നെ 150-ലധികം ടാങ്കുകൾ വിന്യസിച്ചായിരുന്നു ആക്രമണം ഘടിപ്പിച്ചത്. ആക്രമണം ആസന്നമാണെന്ന ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഖാൻ യൂനസിലെ 2 സംഭരണശാലകളിലെ സാധനങ്ങൾ റാഫയിലേക്ക് മാറ്റിയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പോലും ഏകോപിപ്പിക്കുന്നത്. ഈ മേഖലയിലുള്ള സാധാരണ ജനങ്ങളുടെ സുരക്ഷിതത്വം മാനിച്ചുകൊണ്ട് ഹമാസിനെതിരെ ഇസ്രായേൽ സൈനികർ നടത്തുന്ന ആക്രമണം സാധാരണ ജനങ്ങളിലേക്ക് അപകടം സൃഷ്ടിക്കാതിരിക്കാനുള്ള നീക്കുപോക്കുകളാണ് നടത്തിപ്പോരുന്നത്. ഗാസ മുനമ്പിൽ ഹമാസ് പ്രവർത്തനം കേന്ദ്രീകരിച്ച എല്ലാ തുരങ്കങ്ങളും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തുരങ്കങ്ങളിലൊക്കെ തന്നെ കടൽ ജലം നിറച്ച് അവയെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ഇസ്രായേൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്. അമേരിക്കൻ ബുദ്ധി തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് നിലവിൽ വാൾസ്ട്രീറ്റ് ജേണൽ അടക്കം അമേരിക്കൻ മാധ്യമം അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ നടപടി എന്നോണം വടക്കൻ ഗാസയിൽ സ്വാധിക അഭയാർത്ഥി ക്യാമ്പിന് സമീപത്ത് 5 പടുകൂറ്റൻ പമ്പുകളാണ് കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പമ്പുകളിലൂടെ വെള്ളം പമ്പ് ചെയ്ത് തുരങ്കങ്ങൾക്കിടയിലേക്ക് ഒഴുക്കിവിടും. ഒന്നുകിൽ വെള്ളം കുടിച്ച് ഹമാസ് ഭീകരർ മരണപ്പെടും, അതിനുള്ളിൽ അവർ സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങൾ നശിച്ചു പോകും. ഈ വെള്ളം പോകുന്ന വഴി കണ്ടെത്തി ഈ ടാങ്ക് ഒന്നുകിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച മണ്ണിനടിയിലുള്ള ടാങ്ക് ആയതുകൊണ്ട് തന്നെ വെള്ളം എത്തുന്നതനുസരിച്ച് ഇത് തകർന്നു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരു വശത്തു നിന്നും വെള്ളം എത്തുന്നത് കണ്ട് ഇവർ രക്ഷപ്പെടാനായി മറുഭാഗത്തേക്ക് പോകുമ്പോൾ അവരെ പിടികൂടാനും ഇസ്രായേൽ സൈന്യത്തിന് കഴിയുമെന്നതാണ് മറ്റൊരു വസ്തുത. ആയിരക്കണക്കിന് ക്യൂബിക് മീറ്റർ ജലമാണ് ഇതിലൂടെ പമ്പ് ചെയ്തിറക്കാനായി പോകുന്നത്. ഈ പമ്പറുകൾക്ക് ഇത്രയധികം കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 100-ലധികം ഇസ്രായേൽ ബന്ദികളടക്കം ഹമാസ് ഭീകരരുടെ പിടിയിലായിരിക്കുന്ന സാധാരണ ജനങ്ങൾ ഈ തുരങ്കങ്ങളിലായിരിക്കും അവരെ ബന്ദികളാക്കി നിർത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനയുണ്ടായിരുന്നു. അവരുടെ മോചനത്തിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു നീക്കം ഇസ്രായേൽ നടത്തിയാൽ അത് സാധാരണ ജനങ്ങളുടെ ജീവനും അപകടമാവില്ലേ എന്നൊരു ചോദ്യം ഇവിടെ വളരെയധികം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു തുടക്കമെന്നോണം ഇതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് തന്നെ ആയിരിക്കും ഇസ്രായേൽ നടത്താൻ പോകുന്നത്. അത് ഭയന്ന് ഹമാസ് ബന്ദികളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനൊരു സാഹചര്യം ഉണ്ടാകും. ബന്ദികൾ മരണപ്പെട്ടാൽ വലിയ തോതിൽ തന്നെ ഹമാസിനെ സംബന്ധിച്ച് അത് തിരിച്ചടിയാകും. അതുകൊണ്ട് ബന്ദികളുടെ ജീവൻ ഇസ്രായേലിനെക്കാളും കൂടുതൽ ഇപ്പോൾ ഹമാസിന് തന്നെയാണ് ഏറ്റവും വിലപ്പെട്ടത്. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും തുരങ്കങ്ങളിലേക്കുമൊക്കെ ബന്ദികളെ ഇപ്പോൾ ഒളിപ്പിച്ചിരിക്കാം എന്നൊരു സാധ്യത മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഹമാസും ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയതായിരുന്നു. ആയിരക്കണക്കിന് സിവിലിയന്മാരുടെ ജീവൻ എടുക്കുമ്പോഴും ഹമാസ് നേതൃത്വത്തെയോ സൈനികരെയോ പിടികൂടി നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് IDF-ന് മുന്നിൽ ഇസ്രായേൽ ഭരണത്തലവന്മാർ നൽകിയിരിക്കുന്നത്. ഒപ്പം സാധാരണ ജനങ്ങൾ മരണപ്പെടുന്നത് ഇസ്രായേലിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്. തിരിച്ചടി നടക്കുമ്പോൾ യുദ്ധം ആരംഭിച്ചപ്പോൾ ഏറ്റവും വലിയ കടമ്പയായി മുന്നിൽ കണ്ടതും തുരങ്കങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവ നശിപ്പിക്കുക, ഇവ പ്രവർത്തനരഹിതമാക്കുക എന്നതാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു ദൗത്യമെന്നും ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചിരുന്നു.